അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ആറാം ക്ലാസ്സിലോട്ട് പോകുന്ന മക്കൾക്കുള്ള ചെറിയൊരു വീഡിയോ ആണിത്. നമ്മളിനി ആറാം ക്ലാസ്സിലെ ടോപ്പിക്സ് ഒക്കെ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച രീതിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണോ, നമ്മളെ മാർക്സ് ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നോക്കാനുള്ള ചെറിയൊരു വീഡിയോ ആണിത്. ഓക്കെ, സോ സിക്സ്ത്തിൽ നമുക്കിനി ടോപ്പർ ആവാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആറാം ക്ലാസ് വരെ ചിലപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കുറച്ച് പിന്നിലുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കാം, കുറച്ച് മാർക്ക് കുറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടോപ്പർ തന്നെ ആണ്. ഓക്കെ, നമുക്കിനി ആ ടോപ്പ് ലിസ്റ്റിൽ തന്നെ നിലനിൽക്കണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകേണ്ടത്. ഓക്കെ, സോ നമ്മളെപ്പോഴും കുട്ടികളോട് ചോദിക്കുന്നതാണ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടികൾ നമ്മോട് ചോദിക്കുന്നതാണ് എത്ര മണിക്കൂർ സാറേ പഠിക്കണം? ദിവസവും 2 മണിക്കൂർ പഠിക്കണോ, 3 മണിക്കൂർ പഠിക്കണോ, അല്ലെങ്കിൽ 5 മണിക്കൂർ പഠിക്കണോ? സത്യം പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇല്ല. ഓക്കെ, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പഠിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടല്ല പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ടോപ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ ചങ്ങന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, എടാ നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർ പറയും അവർക്ക് അറിയില്ല എന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ നമ്മുടെ പാഠഭാഗങ്ങൾ നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് സമയം കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ എപ്പോഴും ഒരേ സമയം ഒരുപാട് സമയം ഇങ്ങനെ പഠിക്കുക എന്നുള്ളതല്ലാതെ കിട്ടുന്ന സമയം നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വേണ്ടത്. ഓക്കെ, സോ എങ്ങനെ കിട്ടുന്ന സമയം നന്നായിട്ട് വിനിയോഗിക്കാം, എങ്ങനെ, അതിന് കുറച്ച് ടിപ്സ് ഉണ്ട്. ഓക്കെ, സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യ ടിപ്സ് എന്ന് പറഞ്ഞാൽ ദ 20-minute റൂൾ. ദ 20-minute റൂൾ എന്താണ്? ദ 20-minute റൂള്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ രാത്രി പഠിക്കാനിരുന്ന്, അപ്പൊ രാത്രി പഠിക്കാനിരുന്ന് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വായിച്ചു പോവുക എന്നല്ലാതെ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകുന്നത്, പഠിക്കുന്നത് മനസ്സിലാവുന്നില്ല, എന്തെല്ലോ വായിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാതെ ജസ്റ്റ് ഓരോ 20 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഒരു 20 മിനിറ്റ് നിങ്ങളെ വായിച്ചു നോക്കുക, ജസ്റ്റ് നോട്ട് ബുക്സ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പാരൻസിനോടൊന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ പോയിട്ട് ഒരു ചായ കുടിക്കാം. ഓക്കെ, ജസ്റ്റ് 5 മിനിറ്റ്. പിന്നെ അത് ബ്രേക്ക് തന്നെ ആവരുത്, തിരിച്ചു വരാം, പിന്നെ ഒരു 20 മിനിറ്റ് വീണ്ടും പഠിക്കാം. ഓക്കെ, 20 മിനിറ്റ് വീണ്ടും പഠിക്കാം. ഇതിന് പിന്നീട് മറ്റൊരു ബ്രേക്ക് എടുക്കാം. ജസ്റ്റ് അഗൈൻ ചെറിയൊരു വാക്ക് എടുക്കാം, നമുക്ക് ഡൈനിങ് ഹാളിൽ ഒന്ന് നടക്കാം, അല്ലെങ്കിൽ പുറത്തു കൂടെ ഒരു റൗണ്ട് അടിക്കാം, തിരിച്ച് വീണ്ടും വരാം. ഓക്കെ, എന്നിട്ട് അങ്ങനെ 20 മിനിറ്റ്. നിങ്ങളെ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആക്കി പഠിക്കുന്നതിന് പകരം 20 മിനിറ്റിന്റെ 6 സെഷൻ കിട്ടും. ഓക്കെ, 6 സെഷൻ അല്ലെങ്കിൽ 5 സെഷൻ മിനിമം നിങ്ങൾക്ക് ബ്രേക്ക് ഇൻക്ലൂഡിങ് 2 മണിക്കൂറിൽ കിട്ടും. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, ഇനി മറ്റൊരു ടിപ്സിലോട്ട് നമുക്ക് നോക്കാം. ഇനി എല്ലാ സബ്ജക്ട്സും ഒരുപോലെയാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം മലയാളത്തിലുള്ളവരൊക്കെ പറയും. ഓക്കെ, അതല്ലാതെ നമുക്ക് സാമൂഹ്യ ശാസ്ത്രം ഉണ്ട്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ മറ്റ് ലാംഗ്വേജസ്, മലയാളം, ഓക്കെ, ചിലർക്ക് ഉറുദു, അങ്ങനെ പല ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്ത്. ഓക്കെ, സോ ഓരോ സബ്ജക്ട്സും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിലാണ് പഠിക്കേണ്ടത്, അല്ലേ? നമ്മൾ ലാംഗ്വേജസ് ആയിട്ടുള്ള മലയാളവും ഇംഗ്ലീഷും പഠിക്കുന്ന പോലെയാണോ സയൻസും മാത്സും പഠിക്കേണ്ടത്? ഒരിക്കലും അല്ല. സാമൂഹ്യ ശാസ്ത്രം അതുപോലെയാണ് പഠിക്കേണ്ടത്. സോഷ്യൽ സയൻസ് പഠിക്കുന്നത് വേറെ രീതി, മാത്തമാറ്റിക്സ് പഠിക്കുന്നത് വേറെ രീതി, ബേസിക് സയൻസ് പഠിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ ഓരോന്നും ഓരോ രീതിയിലാണ് പഠിക്കേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാത്സ് ആൻഡ് സയൻസ് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ എഴുതി പഠിക്കണം എന്നാണ് ഞാൻ പറയാം. പ്രത്യേകിച്ച് മാത്സ്, ബേസിക് സയൻസ് നമ്മൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക, എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പെരിമെന്റ്സ് ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഉണ്ട്, ഒരുപാട് യൂട്യൂബ് വീഡിയോസ്, വെറുതെ വേറെ വല്ലതും കാണുന്നില്ലേ? അതിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പെരിമെന്റ്സ് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കാം. പ്രഷറിന്റെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഹീറ്റിന്റെ എക്സ്പെരിമെന്റ്, ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ യൂട്യൂബിൽ അടിച്ചു നോക്കാം. ഇനി ഓക്കെ, നമ്മൾ ചന്ദ്രഗ്രഹണത്തെ പറ്റി പഠിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിക്കാതെ യൂട്യൂബിലുള്ളതും കൂടി വായിച്ചു നോക്കിയാൽ വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് എഴുതി പഠിക്കാം. കൂടാതെ പിന്നെ നമുക്ക് മറ്റൊരു കാര്യം, വളരെ എഫക്റ്റീവ് ആയുള്ള മറ്റൊരു കാര്യമാണ്, നമ്മളെ തന്നെ പഠിപ്പിക്കാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ചെറിയ കുട്ടികളെ നിങ്ങൾ പഠിച്ചത് എന്താണോ അത് അവരെയും കൂടി ഒന്ന് പഠിപ്പിച്ചു നോക്കാം. ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ വേറൊരാൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ നമ്മളത് നന്നായിട്ട് പഠിക്കും. ഓക്കെ, സോ നിങ്ങളൊരു ടീച്ചറാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, എന്നിട്ട് കുട്ടികളൊന്ന് പഠിപ്പിച്ചു നോക്കുക. ഒരുപാട് കാലം നമ്മുടെ മനസ്സിലത് നിലനിൽക്കും. ഇനി ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അത് 1-2 ദിവസം ചെയ്യും, അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യും, അതോടെ ഇത് നിർത്താൻ പാടില്ല. കൺസിസ്റ്റൻസി വേണം. അതാണ് നമ്മളിവിടെ പറയുന്നത്. കൺസിസ്റ്റൻസി ഇസ് ദ കീ. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് കുറേ കാലം അങ്ങനെ ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ, അത് അന്ന് തന്നെ റിസൾട്ട് കാണുന്നില്ല. ചിലപ്പോൾ ഓണപരീക്ഷയ്ക്ക്
നിങ്ങൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാകുന്നില്ല, പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കുറച്ചും കൂടി മാർക്ക് കൂടും. സ്വാഭാവികമായിട്ടും നമ്മുടെ കൊല്ല പരീക്ഷയ്ക്ക് നല്ല അടിപൊളി മാർക്ക് കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് സമയം പഠിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ബ്രേക്കുകളായിട്ടുള്ള 20 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾ നിങ്ങളൊരു ടീച്ചറായിട്ട് പഠിക്കുക, റൈറ്റ് ആൻഡ് ലേൺ, ഓരോ സബ്ജക്റ്റും ഓരോ രീതിയിൽ പഠിക്കുക. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ പ്രത്യേകം ഇതുവരെ പഠിച്ച രീതികളിൽ നിന്ന് മാറി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. സയൻസിന്റെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്ത് വായിച്ചു നോക്കുക. മാത്സ് ആണെങ്കിൽ പ്രോബ്ലം ചെയ്തിട്ട് പഠിക്കുക. മലയാളം ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആ കഥകളിലൊക്കെ വായിക്കുമ്പോൾ ആ കഥകളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ എൻജോയ് ചെയ്ത് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.